ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നും ചെറിയൊരു അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത്, പോക്കോ M2. അപ്പോൾ കൂടുതൽ കിടന്ന് വളവള സംസാരിക്കാൻ നമുക്ക് എന്ത് ചെയ്യാം, നേരിട്ട് വീഡിയോയിലേക്ക് കിടക്കാല്ലേ. ലെറ്റ്സ് ബിഗിൻ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ബോക്സിൽ എന്തൊക്കെയാണ് അവർ കൊടുത്തിട്ടുള്ളതെന്ന് ആദ്യം ചെക്ക് ചെയ്ത് നോക്കണ്ടേ. ഓക്കെ, അപ്പോൾ നമുക്ക് ബോക്സിൽ എന്തൊക്കെയാണുള്ളത് നോക്കാം. ഓക്കെ, ഒരു യെല്ലോ ബോക്സാണ് ഉള്ളിൽ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിലായിട്ട് ഒരു ചെറിയ ബോക്സ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ബോക്സിനുള്ളിൽ സാധാരണ TP കേസും ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെയാണ് കിട്ടാറ്. എന്തൊക്കെയുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കൊരു സിം ഇജക്റ്റിംഗ് ടൂള് കാണുന്നുണ്ട്. പിന്നീട് ഡോക്യുമെൻറ്റേഷൻസ് മാത്രമേ ഉള്ളൂ, നമുക്ക് എന്തില്ല, TPU കേസ് വരുന്നില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, പോക്കോ M2 എന്ത് വരുന്നില്ല, TPU കേസ് ഉൾപ്പെടുത്തിയിട്ടില്ല. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ സ്മാർട്ട് ഫോൺ. അപ്പോൾ ഇതിനെ നമുക്കൊരു സൈഡിലേക്ക് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. എന്നിട്ട് വേറെ എന്തൊക്കെയാണ് വരുന്നതെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ചാർജറ്. അപ്പോൾ ഇതിൽ നമുക്കൊരു 18 വാട്ടിൻ്റെ ചാർജറാണ് കേട്ടോ വരുന്നത്. ബോക്സിൽ ഒരു 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ വരുന്നുണ്ട്. സോ ദാറ്റ്സ് ഗുഡ്. പിന്നീട് നമുക്ക് കിട്ടുന്ന ഒരു USB Type-C കേബിളാണ്. സോ ഇത്രയാണ് നമുക്ക് ബോക്സിൽ വരുന്നത് കേട്ടോ. അപ്പോൾ ഫോണ് വേറൊരു കവറിലും കൂടെ പേസ്റ്റ് ചെയ്ത രീതിയിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ആ കവറും കൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് റിമൂവ് ചെയ്തിട്ട് ഫോൺ എങ്ങനെയുണ്ടെന്ന് നോക്കാം. കൂൾ. ഓക്കെ, അപ്പോൾ നമ്മളൊരു ബ്ലൂ കളർ വേരിയൻ്റ് ആണ് നമ്മൾ വാങ്ങിയത്. അപ്പോൾ കൊള്ളാം, നൈസായിട്ടുണ്ട്. ഒരു 2 കളർ പാറ്റേൺ ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, നിങ്ങൾ പോക്കോ M2 പ്രോയുടെ അൺബോക്സിങ് കണ്ടിട്ടില്ലെന്നുണ്ടെങ്കിൽ കാണാം. അപ്പോൾ ആ പോക്കോ M2 പ്രോയുടെ ഡിസൈൻ വൈസ് തന്നെയാണ് ഇതിൽ വന്നിട്ടുള്ളത്. എന്താണ്, മുകളിൽ വേറൊരു കളറും താഴെ ഈ സെയിം കളർ തന്നെയാണ്, പക്ഷെ എന്താണ്, ചെറിയ രീതിയിൽ കുറച്ച് വെർട്ടിക്കലായിട്ടുള്ള ഒരു എന്താ പറയുക, ലൈൻസ് കൊടുത്തിട്ടുണ്ട്. പ്രോപ്പർ ലൈൻസ് അല്ല, ഒരു റൗണ്ട് ഷേപ്പൊക്കെയാണ് കേട്ടോ വന്നിട്ടുള്ളത്. ശരിക്കും ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. സോ ഗുഡ്, ഡിസൈൻ ഗുഡാണ്. നമുക്കൊരു മാറ്റ് ഫിനിഷാണ് വരുന്നത്, ഗ്ലോസി ഫിനിഷ് അല്ല. അതുകൊണ്ട് തന്നെ ഫിംഗർ ഒന്നും വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പതിയുന്നൊരു ടൈപ്പ് അല്ല കേട്ടോ. ഗ്ലോസി ഫിനിഷ് അല്ല, മാറ്റ് ഫിനിഷാണ്. പക്ഷേ ഫോൺ കുറച്ച് വെയിറ്റ് തോന്നിക്കുന്ന പോലെ തന്നെ ഏകദേശം 198 ഗ്രാമോളം വെയിറ്റ് വരുന്നുണ്ട്. അപ്പോൾ കയ്യിൽ കുറച്ച് വെയിറ്റ് തോന്നിക്കുന്ന പോലെ ഉണ്ട് ഫോണ്. സോ ഓവറോൾ ഗുഡ്. പിന്നീട് നമ്മുടെ എടുത്ത് പറയേണ്ട ഒരു കാര്യം, പുറകുവശത്ത് നമുക്കൊരു ഇത് കണ്ടില്ലേ, ഫിംഗർ പ്രിൻറ്റ് സാധാരണ ഈ ഒരു ടൈപ്പ് അല്ലായിരുന്നു നമുക്ക് കിട്ടാറ്. ക്യാമറ മൊഡ്യൂളിന് താഴത്തായിരുന്നു സാധാരണ നമുക്ക് ഫിംഗർ പ്രിൻറ്റ് വരാം. പക്ഷേ ഇതിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഫിംഗർ പ്രിൻറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ക്യാമറ മൊഡ്യൂളിനുള്ളിൽ തന്നെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഫിംഗർ പ്രിൻറ്റ് കൊടുത്തിട്ടുള്ളത്. സോ അത് നൈസായിട്ടുണ്ട് കാണാനായിട്ട്, കൊള്ളാം, നല്ല രീതിയിൽ അത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കോഡ് ക്യാമറ സെറ്റപ്പാണ് നമുക്ക് പുറകിൽ വരുന്നത്. പോക്കോ എന്ന് ചെറിയ രീതിയിൽ ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്. ഇനി ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണ്ടില്ല, അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത്. ഒരു നോച്ച് ഡിസ്പ്ലേ ആണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ്, ഇതൊരു Redmi 9 പ്രൈമിൻ്റെ റീബ്രാൻഡഡ് വേർഷനാണ് എന്ത്, പോക്കോ M2 എന്ന് പറയുന്നത്. സോ ടോട്ടലി ഡിസൈൻ വൈസ് ഒക്കെ കൊള്ളാം, നൈസ് ആയിട്ടുണ്ട്. വലിയൊരു ബോറോ കാര്യങ്ങളൊന്നുമില്ല, നൈസ്. സോ ഫോണിൻ്റെ പോർട്സ് ആൻഡ് ബട്ടൺസിലേക്ക് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് താഴെയായിട്ട് ഒരു 3.5 mm ഓഡിയോ ജാക്ക്, മൈക്രോഫോണ്, പിന്നീട് വന്നു കഴിഞ്ഞാൽ USB Type-C കേബിളിൻ്റെ പോർട്ട്, സ്പീക്കർ കിറ്റിൽ. ഇനി റൈറ്റ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഒരു പവർ ബട്ടൺ, അതിന് മുകളിലായിട്ട് വോളിയം അപ്പ് ആൻഡ് ഡൗൺ ബട്ടൺസ്. ലെഫ്റ്റ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിം കാർഡ് ട്രേ. ടോപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോയിസ് ക്യാൻസലേഷൻ മൈക്കും IR ബ്ലാസ്റ്ററും ലഭിക്കുന്നുണ്ട്. സോ ഫോണിൽ നമുക്ക് ഡെഡിക്കേറ്റഡ് SD കാർഡാണ് വരുന്നത്. യെസ്, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒരു മെമ്മറി കാർഡും 2 സിം കാർഡും ഒരേ സമയം യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, മെമ്മറി എക്സ്പാൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. 6.53 ഇഞ്ചിൻ്റെ ഒരു ഫുൾ HD+ IPS LCD ഡിസ്പ്ലേ ആണ് നമുക്ക് ഈ സ്മാർട്ട് ഫോണിൽ കിട്ടുന്നത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഫുൾ HD+ ഡിസ്പ്ലേ ആണ്. ഒബ്വിയസ്ലി ഇത് Redmi 9 പ്രൈമിൻ്റെ ഒരു റീബ്രാൻഡഡ് വേർഷനാണ്. അപ്പോൾ സെയിം ഫീച്ചേഴ്സ് തന്നെയാണ് ഇതിൽ വന്നിട്ടുള്ളത്. പക്ഷേ ഇതെന്താണ്, നമുക്കൊരു 6GB വേരിയൻ്റ് ആണ് ബേസ് തന്നെ വരുന്നത്. ബേസിക് വേരിയൻ്റ് തന്നെ എന്താണ്, 6GB ആണ്. അപ്പോൾ ഡിസ്പ്ലേ 6.53 അത്യാവശ്യം വലുപ്പമുള്ളൊരു ഡിസ്പ്ലേ ആണ്. പിന്നീട് എടുത്ത് പറയേണ്ടത് ഫുൾ HD+ റെസൊല്യൂഷൻ. യെസ്, നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ Redmi 9 പ്രൈം അല്ലാതെ വേറെ ഒരു സ്മാർട്ട് ഫോണും എന്ത് ചെയ്യുന്നില്ല, ഈ ഒരു ഫുൾ HD+ റെസൊല്യൂഷൻ തരുന്നില്ല. അപ്പം അതൊരു വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ ഫോണിൻ്റെ ഡിസ്പ്ലേയിൽ പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ നമുക്ക് Gorilla Glass 3യുടെ പ്രൊട്ടക്ഷനാണ് നമുക്ക് ഫ്രണ്ടിൽ ലഭിക്കുന്നത്. ബാക്കിൽ ക്യാമറയ്ക്ക് എന്ത് തന്നിട്ടുണ്ട്, ഈ Gorilla Glass 3യുടെ പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. സോ ഓവറോൾ നല്ലൊരു ഡിസ്പ്ലേ ആണ്. നല്ല രീതിയിൽ ബ്രൈറ്റ്നസ് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. നമ്മൾ സൺലൈറ്റിലേക്കൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാലും അത്യാവശ്യം നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ബ്രൈറ്റ്നസ് ഒക്കെയാണ് വന്നിട്ടുള്ളത്. ഓവറായിട്ടുള്ളതല്ല, എങ്കിലും കുഴപ്പമില്ല, തരക്കേടില്ലാത്ത രീതിയിൽ. സോ ഓവറോൾ ഡിസ്പ്ലേ ഒക്കെ ഗുഡ്. മീഡിയടെക്കിൻ്റെ ഹീലിയോ G80 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒക്ടാ കോർ പ്രോസറാണ് നമുക്ക് ഫോണിൽ വരുന്നത്. അപ്പോൾ ഇതൊരു 12 നാനോമീറ്റർ ടെക്നോളജിയിൽ ബിൽഡ് ചെയ്തിട്ടുള്ള പ്രോസറാണ്. 2 വേരിയൻസ് ആണ് നമുക്ക് ഫോണിൽ വരുന്നത്, 664, 6128. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നത് ബേസിക് വേരിയൻ്റ് തന്നെ എന്താണ്,
6 GB ആണ്. അപ്പോൾ അതൊരു മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. അപ്പോൾ അതൊരു നല്ല കാര്യമാണ് അവർ ചെയ്തിട്ടുള്ളത്. എന്താണ് ബേസ് വേരിയൻറ്റിനെ 6 GB കൊടുത്തിട്ടുള്ളത്. പിന്നീട് LPDDR4X ആണ് റാം ടൈപ്പ് വരുന്നത്, UFS 2.1 ആണ് സ്റ്റോറേജ് ടൈപ്പ് വരുന്നത്. ഇനി ഇതൊക്കെ സ്പെക്കുകളാണ്. ഇനി ഓവറോൾ പെർഫോമൻസ് എങ്ങനെയുണ്ട് നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു ഫസ്റ്റ് ഇംപ്രഷനാണ് അല്ലേ. നമ്മൾ കൂടുതൽ ഡേയ്സ് യൂസ് ചെയ്തിട്ടുള്ള ഒരു ഇംപ്രഷനല്ല, നമ്മളൊരു അൺബോക്സ് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന ഒരു ഫസ്റ്റ് ഇംപ്രഷനാണ്. അപ്പോൾ നമ്മളെ കൂടുതൽ ആപ്ലിക്കേഷൻസുകൾ ഓപ്പൺ ചെയ്യുമ്പോഴൊന്നും നമുക്ക് യാതൊരു ലാഗോ കാര്യങ്ങളോ ഇല്ല. നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ടല്ലേ, ഒരു ലാഗും കാര്യങ്ങളും ഫീൽ ചെയ്യുന്നില്ല. എല്ലാം നമുക്ക് സ്മൂത്തായിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇതിൽ ഗെയിംസിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ രീതിയിലുള്ള ഗെയിംസ് കാര്യങ്ങളൊക്കെ നമുക്ക് നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ PUBG അല്ലെങ്കിൽ കോൾ ഓഫ് ഡ്യൂട്ടി പോലുള്ള ഗെയിംസ് കളിക്കുമ്പോൾ ചെറിയ രീതിയിൽ നമുക്ക് ആ ഒരു ലാഗിനെസ് ഫീൽ ചെയ്യും. ഓവർ ലാഗല്ല, ചെറിയ രീതിയിലുള്ള നല്ല പ്രോസറാണ്, നല്ല രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, പെർഫോം ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മൾ ഹൈ ഗ്രാഫിക്സ് ഗെയിം കളിക്കുമ്പം നമുക്ക് ആ ഒരു ചെറിയ രീതിയിലുള്ള പ്രശ്നം സംഭവിക്കുന്നുണ്ട്. അല്ലാതെ മൾട്ടി ടാസ്കിങ്ങിനൊന്നും എന്താണ് യാതൊരു ഇഷ്യൂസില്ല. നമുക്ക് എത്ര ആപ്ലിക്കേഷൻസ് വേണമെങ്കിലും എന്ത് ചെയ്യാം, ഓപ്പൺ ചെയ്യാം. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാൻ ഉണ്ടല്ലേ, ഒരുപാട് ആപ്ലിക്കേഷൻസ് നമുക്ക് മൾട്ടി ടാസ്കിങ് പോലെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. സോ ഗുഡ്. ആൻഡ്രോയിഡ് 10 ബേസ്ഡ് ആയിട്ടുള്ള MIUI 11 ഫോൺ പ്രവർത്തിക്കുന്നത്. അപ്പോൾ MIUI എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ ആഡ്സിൻ്റെ റെക്കമെൻഡേഷൻസ് അല്ലെങ്കിൽ ബ്ലോട്ട്വെയർസിനെ കുറിച്ച് പറയാതിരിക്കാൻ വയ്യ. ഒരുപാട് ആപ്സിൻ്റെ റെക്കമെൻഡേഷൻസ് അല്ലെങ്കിൽ ബ്ലോട്ട്വെയർസ് ഇതിൽ വന്നിട്ടുണ്ട്. ബബിള്, ക്രേസി ജ്യൂസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഗെയിംസ് തന്നെ ഇതിൽ എന്ത് ചെയ്യുന്നുണ്ട്, പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാം. നമുക്കത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ആപ്പ് ഇൻഫോ കൊടുത്തിട്ട് താഴെ നിങ്ങൾക്ക് കാണാം അൺഇൻസ്റ്റാൾ എന്നുള്ളത്. അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞാൽ എന്തായി, അൺഇൻസ്റ്റാൾ ചെയ്ത് പോകും. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാം. പക്ഷേ എന്തുകൊണ്ടാണ് ഇവർ ഇപ്പോഴും ഇത് കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാകാത്തത്. ആവശ്യമില്ലാത്ത ആരും യൂസ് ചെയ്യാത്ത ഒരുപാട് ആപ്ലിക്കേഷൻസ്. അപ്പം അതൊരു ചെറിയ പ്രശ്നമായിട്ട് എനിക്ക് തോന്നി കേട്ടോ. അതർവൈസ് നോ ഇഷ്യൂസ്. നമുക്കിപ്പോൾ ഈ MIUI 12 അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ ഈ അടുത്ത് തന്നെ ലഭിക്കുന്നതാണ്. അപ്പോൾ അതിൽ ആഡ്സിൻ്റെ റെക്കമെൻഡേഷൻസ് കാര്യങ്ങളൊക്കെ കുറയും എന്ന് ചെയ്യാൻ നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി ബാറ്ററിയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു 5000 mAh മാസീവ് ബാറ്ററി കപ്പാസിറ്റിയാണ് വരുന്നത്. അപ്പം 5000 mAh എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യണം, ബാറ്ററി കപ്പാസിറ്റി കിട്ടുന്നതാണ്. അതായത് കുറച്ചുകൂടി എന്ത് ചെയ്യും, ലോങ് ടൈം ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ നമുക്ക് എന്ത് വരുന്നുണ്ട്, 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് വരുന്നുണ്ട്. സോ ദാറ്റ്സ് ഗുഡ്. അപ്പോൾ 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഫാസ്റ്റ് ചാർജും ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ബാറ്ററി ഡ്രെയിനിങ് ഇഷ്യൂ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ഇതൊരു ഫസ്റ്റ് ഇംപ്രഷൻ വീഡിയോ ആണ്. അപ്പോൾ ഞാൻ ഈ വീഡിയോ നമ്മൾ ഓപ്പൺ ആക്കിയ സമയത്ത് 62% ചാർജ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും ഏകദേശം ഒരു മണിക്കൂർ യൂസ് ചെയ്തപ്പം 5% ചാർജ് അടക്കം എന്ത് ചെയ്തിട്ടുണ്ട്, തീർന്നിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ലോങ് ടൈം യൂസിലാണ് മനസ്സിലാക്കാൻ പറ്റുക. ഫസ്റ്റ് ഇംപ്രഷനിൽ നമുക്കത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല കേട്ടോ. സോ ഓവറോൾ ഗുഡ്. സോ ക്യാമറ, അപ്പോൾ പുറകിൽ നമുക്ക് എന്താണ് ഒരു കോഡ് ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. അപ്പോൾ 13 മെഗാപിക്സലിൻ്റെ പ്രൈമറി ക്യാമറ, 8 മെഗാപിക്സലിൻ്റെ അൾട്രാ വൈഡ് ലെൻസ്, 5 മെഗാപിക്സലിൻ്റെ മാക്രോ ലെൻസും 2 മെഗാപിക്സലിൻ്റെ ഡെപ്ത് സെൻസറും. ഇനി ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 8 മെഗാപിക്സലിൻ്റെ സെൽഫി ക്യാമറ. അപ്പോൾ ഈ ക്യാമറ മൊഡ്യൂൾ കാര്യങ്ങളൊക്കെ വളരെ വൃത്തിക്ക് കൊടുത്തിട്ടുണ്ട്, നൈസായിട്ടുണ്ട് ഈ ഒരു സംഗതി. അപ്പോൾ റെഡ്മി 9 പ്രൈമിൽ നമ്മൾ കണ്ടിരുന്ന ഈ ഒരു ക്യാമറ മൊഡ്യൂളിന് ചുറ്റും ഒരു സർക്കിളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഇവിടെ ഒഴിവാക്കിയിട്ടുണ്ട്. ഇനി റിയൽ ടൈം ക്വാളിറ്റിയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഫോട്ടോസിൻ്റെ ഞാൻ എന്തായാലും കുറച്ച് ഫോട്ടോസ് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കും. അപ്പോൾ നിങ്ങൾ ആ ഫോട്ടോസ് ഒന്ന് കണ്ടിട്ട് എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും രേഖപ്പെടുത്തുക. എന്തായാലും എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായം ഞാൻ നിങ്ങളോട് പറയാം. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടാവുന്നതിൽ നല്ല ക്യാമറ എക്സ്പീരിയൻസ് ആണ് തരുന്നത് കേട്ടോ. കാരണം ഞാൻ പേഴ്സണലി കുറേ ഫോട്ടോസ് എടുത്ത് നോക്കി. അപ്പം നല്ല ക്വാളിറ്റിയിൽ തന്നെ എന്ത് തരുന്നുണ്ട്, ഫോട്ടോസ് തരുന്നുണ്ട്. നമുക്ക് പോർട്രേറ്റ് മോഡ് എടുത്തു കഴിഞ്ഞാലും നോർമൽ ഫോട്ടോസ് എടുത്തു കഴിഞ്ഞാലും സെൽഫിയിലേക്ക് വന്നു കഴിഞ്ഞാലും എന്താണ് നല്ല മികച്ച ക്വാളിറ്റിയിൽ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഫോട്ടോസ് എടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. സോ അവിടെ ഇഷ്യൂസ് ഇല്ല. പിന്നെ എനിക്കൊരു ചെറിയ ലാഗ് ഫീൽ ചെയ്തത് നമ്മൾ ഫ്രണ്ട് ക്യാമറയിൽ സെൽഫിയിൽ എന്ത് ചെയ്യണം, പോർട്രേറ്റ് മോഡിൽ ഫോട്ടോസ് എടുക്കുന്ന സമയത്ത് ആ ഫോട്ടോ എടുത്ത് കഴിഞ്ഞിട്ട് അത് വരാനായിട്ട് കുറച്ച് പ്രോസസ്സിങ്ങിന് കുറച്ചധികം സമയം എടുക്കുന്നുണ്ട്. ആ ഒരു ഇഷ്യൂ ലാഗ് മാത്രം എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അല്ലാതെ ക്വാളിറ്റിയിൽ യാതൊരു കോംപ്രമൈസും ചെയ്തിട്ടില്ല. നമുക്കറിയാം പോക്കോൻ്റെ എല്ലാ സ്മാർട്ട് ഫോണുകളും എന്താണ്, ക്യാമറയിൽ എന്തില്ല, കോംപ്രമൈസ് ഇല്ല. നല്ല മികച്ച ക്വാളിറ്റി ഇമേജസ് ആണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ 1080p വീഡിയോസ് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കുന്നതാണ് ഫ്രണ്ടിലും ബാക്കിലൊക്കെ. അപ്പോൾ അഡീഷണൽ കുറച്ച് ഫീച്ചേഴ്സ് കൂടി ഇതിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ പറയാം. എന്തായാലും നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക ഫോട്ടോസ് എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് കേട്ടോ.
സോ നമുക്ക് ക്യാമറ ആപ്ലിക്കേഷൻ തുറന്നിട്ട് വേറെ എന്തൊക്കെ അഡീഷണൽ സെറ്റിങ്സ് ആണ് വരുന്നതെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിപ്പോൾ വീഡിയോ മോഡാണ് അല്ലേ. വീഡിയോയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം 1080pയിലും 720pയിലും എന്ത് ചെയ്യാം വീഡിയോസ് ഷൂട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ മാക്രോ മോഡിലും എന്ത് ചെയ്യാം വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ ഇതുണ്ടല്ലേ. അപ്പോൾ മാക്രോ മോഡിൽ നിങ്ങൾക്ക് വീഡിയോസ് ഷൂട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അതിന് പുറമെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം അൾട്രാ വൈഡിലും എന്ത് ചെയ്യാം വീഡിയോസ് ഷൂട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. കണ്ടോ അൾട്രാ വൈഡിൽ. ഇനി ഇതിന് പുറമെ ഷോർട്ട് വീഡിയോസ് എന്ന് പറഞ്ഞിട്ട് വേറൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിൽ കുറേ അവൈലബിൾ ആയിട്ടുള്ള കുറേ ഓപ്ഷൻസ് വേറെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. ഇനി അതിന് പുറമെ സ്ലോ മോഷൻ വീഡിയോ നമുക്ക് ഷൂട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ 720pയിൽ 120 fps നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഷോർട്ട് വീഡിയോസ് സ്ലോ മോഷൻ വീഡിയോസ് ഷൂട്ട് ചെയ്യാം. അതിന് പുറമെ ഷോർട്ട് വീഡിയോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷനും കൂടെ ഞാൻ നേരത്തെ പറഞ്ഞില്ല. അപ്പോൾ അതിൽ വേറെയും എന്തുണ്ട് സൂപ്പർ സ്ലോ മോഷൻ, റെഗുലർ, ഫാസ്റ്റ്, സൂപ്പർ ഫാസ്റ്റ് എന്ന് പറഞ്ഞിട്ട് അഡീഷണൽ ആയിട്ട് വേറെ കുറേ ഓപ്ഷൻസ് അവൈലബിൾ ആണ് കേട്ടോ. ഇനി ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് വീഡിയോസ് ഷൂട്ട് ചെയ്യുമ്പം നിങ്ങൾക്ക് 1080pയിൽ 30 fpsലും 720p 30 fpsലും വീഡിയോസ് ഷൂട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. സോ ഫോണിൻ്റെ സെൻസേഴ്സ് ഒന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഫേസ് അൺലോക്കും ഫിംഗർ പ്രിൻറ്റും അവൈലബിൾ ആണ്. അപ്പോൾ ഫിംഗർ പ്രിൻറ്റ് ഞാൻ നേരത്തെ പറഞ്ഞിട്ട് നമുക്ക് എന്താണ് ഒരു റിയർ ഫിംഗർ പ്രിൻ്റ് ആണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇത് എത്രത്തോളം ഫാസ്റ്റ് ആയിട്ടാണ് റെസ്പോണ്ട് ചെയ്യുന്നതെന്ന് നമുക്ക് എന്തെങ്കിലും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നോക്കല്ലേ, ഞാൻ ഓൾറെഡി രണ്ടും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകുന്നത് ഫിംഗർ പ്രിൻ്റ് ആണ്. ഓക്കെ, നോക്കാം നിങ്ങൾ. ഓക്കെ, ഫാസ്റ്റ്. ഓക്കെ, ഫാസ്റ്റ് ആയിട്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ട് ഫിംഗർ പ്രിൻ്റ് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇവിടെ കാണാം. ഓക്കെ, നല്ല ഫാസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ഫിംഗർ പ്രിൻറ്റ് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഫിംഗർ പ്രിൻറ്റിന് യാതൊരു ലാഗോ കാര്യങ്ങളോ ഫീൽ ചെയ്യുന്നില്ല. ഇനി നമുക്ക് എന്ത് ചെയ്യാം ഫേസ് അൺലോക്കും കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഗുഡ്. ഓക്കെ, ഫേസ് അൺലോക്ക് നമ്മളെ എല്ലാ സ്മാർട്ട് ഫോണുകളിലും ഈ ഒരു പ്രൈസ് റേഞ്ചിലുള്ള എല്ലാ സ്മാർട്ട് ഫോണുകളും നമ്മൾ കണ്ടുവരുന്നൊരു കാര്യം തന്നെയാണ്. ഫിംഗർ പ്രിൻറ്റ് നമുക്ക് നല്ല ഫാസ്റ്റായിട്ട് ലഭിക്കും. പക്ഷേ ഫേസ് അൺലോക്ക് അതിനേക്കാളും കുറച്ചുകൂടി മില്ലി സെക്കൻഡ്സ് ലാഗ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ഫേസ് അൺലോക്ക് നമ്മുടെ ഫിംഗർ പ്രിൻറ്റിനേക്കാളും കുറച്ചുകൂടി ലാഗ് ആയിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഒരു മില്ലി സെക്കൻഡ് ചെറിയ രീതിയിലുള്ള ഒരു ലാഗ് ഫീൽ ചെയ്യുന്നുണ്ട്. അത് എല്ലാ സ്മാർട്ട് ഫോണുകൾക്കും സംഭവിക്കുന്നതാണ്, ഒബ്വിയസ്ലി ഗുഡ്. അപ്പം അത്യാവശ്യം നല്ല ഫാസ്റ്റായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ഫിംഗർ പ്രിൻറ്റ് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. ഫേസ് അൺലോക്കും ഗുഡ്. സോ ബാക്കി എന്തൊക്കെ ഫീച്ചേഴ്സാണ് നമുക്ക് ഫോണിൽ വരുന്നത് നിങ്ങൾ ഒന്നുകൂടി ചെക്ക് ചെയ്ത് നോക്കണ്ടേ. അപ്പോൾ ഡ്യുവൽ 4G, വൈഫൈ കോളിംഗ്, FM റേഡിയോ എന്ന് വേണ്ട ഒരുവിധ ഫീച്ചേഴ്സ് എല്ലാം ഫോണിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വൈഡ് വൈൻ എലിമെൻറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം HD ക്വാളിറ്റിയിൽ വീഡിയോസ് കാണാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ നെറ്റ്ഫ്ലിക്സ്, ആമസോൺ പ്രൈം അല്ലെങ്കിൽ ഹോട്ട്സ്റ്റാറൊക്കെ സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വളരെയധികം ഉപകാരപ്പെടും. പിന്നീട് ക്യാമറ 2 API സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിൽ ഫോട്ടോസ് തന്നെ മികച്ച രീതിയിൽ നമുക്ക് എടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഗൂഗിൾ ക്യാം കൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇൻസ്റ്റാൾ ചെയ്യാം. ക്യാമറ 2 API സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനേക്കാളും നമ്മുടെ സ്റ്റോക്ക് ക്യാമിനേക്കാളും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഫോട്ടോസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഗൂഗിൾ ക്യാം ഇൻസ്റ്റാൾ ചെയ്തിട്ട് എടുക്കാനും സാധിക്കുന്നതാണ്. സോ ടോട്ടലി ഗുഡ്. അപ്പോൾ നമുക്കിനി എന്ത് ചെയ്യാം ഫോണിൻ്റെ മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഞാൻ ചെറിയൊരു മ്യൂസിക് പ്ലേ ചെയ്ത് തരാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഓഡിയോ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ മനസ്സിലാവും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഓഡിയോ കേട്ടല്ലോ. അപ്പോൾ ഇത് ഫുൾ വോളിയത്തിലുള്ളൊരു ഓഡിയോ ആണ്. അപ്പോൾ നമുക്ക് ഓവർ ലൗഡായിട്ടുള്ളൊരു ഓഡിയോ അല്ല കേൾക്കുന്നത്. അത്യാവശ്യം നല്ല ക്ലാരിറ്റിയിലാണ് കേൾക്കുന്നത്. പക്ഷേ ഓവർ ലൗഡ് അല്ലെങ്കിൽ ഓവർ ഒരു ബാസായിട്ടൊന്നല്ല കേൾക്കുന്നത് കേട്ടോ. സോ കൊള്ളാം, നൈസായിട്ടുണ്ട്. നമുക്ക് ഓവറായിട്ടൊന്നും പ്രതീക്ഷിക്കരുത്, ഒരു ആവറേജ് ലെവലിൽ. ഇനി വീഡിയോ ക്ലാരിറ്റി നോക്കി കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു 6.53 ഇഞ്ചിൻ്റെ ഒരു വലിയ ഡിസ്പ്ലേ ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വ്യൂവിങ് എക്സ്പീരിയൻസ് ഒക്കെ നല്ല കിടലിനാണ്. നമുക്ക് AMOLED ഡിസ്പ്ലേ അല്ല, ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്കത് പ്രതീക്ഷിക്കാനും പറ്റത്തില്ല. അപ്പോൾ IPS LCD ആണ്, ഫുൾ HD ഡിസ്പ്ലേ ആണ്. അപ്പോൾ നല്ല ക്വാളിറ്റിയിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് കേട്ടോ. സോ അവിടെ നമുക്ക് നോ ഇഷ്യൂസ്. സോ നമ്മളൊരു ഫസ്റ്റ് ഇംപ്രഷൻ എന്നുള്ള രീതിയിൽ ഫോൺ യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ട്, അൺബോക്സ് ചെയ്തിട്ട്. അപ്പോൾ നമ്മുടെ ഓവറോൾ വേർഡിക്റ്റ് എന്താണെന്ന് ഞാനൊന്ന് പറഞ്ഞുതരാം. അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഡിസ്പ്ലേ ആണ് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ഗോറില്ല ഗ്ലാസ് 3യുടെ പ്രൊട്ടക്ഷന് കാര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട്. മൾട്ടിമീഡിയ എക്സ്പീരിയൻസും നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. പ്രോസസ്സർ വൈസ് നോക്കി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള റെസ്പോൺസ് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഫാസ്റ്റായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, മൾട്ടിമീഡിയ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. സോ അവിടെ നിങ്ങൾക്ക് ഇഷ്യൂസ് ഇല്ല. ബാറ്ററി ഡിപ്പാർട്ട്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 5000 mAh ഒരു മാസീവ് ബാറ്ററി കപ്പാസിറ്റി ലഭിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ 18 വാട്ടിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജർ വരുന്നുണ്ട്. സോ അവിടെയും നമുക്ക് നോ ഇഷ്യൂസ്.
ഇനി ക്യാമറയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ റിയൽമി C15 ഒക്കെ അൺബോക്സ് ചെയ്തിരുന്നു അല്ലേ, അപ്പോൾ അതിനേക്കാളൊക്കെ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള നല്ല ഫോട്ടോസാണ് ഇതിൽ ലഭിക്കുന്നത്. അപ്പോൾ പോർട്രേറ്റ് മോഡിലായാലും നോർമൽ മോഡിലായിട്ടും നമുക്ക് ഒരുപാട് വേറെ അധികം വീഡിയോസിലും ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സോ ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റും അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. സോ അവിടെയും ഇഷ്യൂസ് ഇല്ല. ഇനി ഞാൻ പറഞ്ഞ നമ്മുടെ ഫേസ് അൺലോക്കും ഫിംഗർ പ്രിൻറ്റും കാര്യങ്ങളൊക്കെ നല്ല ഫാസ്റ്റായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. ഫേസ് അൺലോക്ക് ഒരു മില്ലി സെക്കൻഡ് എന്താണ് ഫിംഗർ പ്രിൻറ്റിനേക്കാളും ഫാസ്റ്റ് കുറവാണ് വന്നിട്ടുള്ളത്, അല്ലാതെ വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. പിന്നെ ആഡ്സിൻ്റെ റെക്കമെൻഡേഷൻസ് ഉണ്ട്, അപ്പോൾ അത് ചെറിയൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ അത് നിങ്ങൾക്ക് ടേൺ ഓഫ് ചെയ്ത് വയ്ക്കാം. അതുപോലെ തന്നെ ആപ്ലിക്കേഷൻസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാവുന്നതാണ് കേട്ടോ. സോ ഓവറോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് ഇപ്പോൾ വാങ്ങിക്കാൻ പറ്റുന്ന ഏറ്റവും മികച്ചൊരു സ്മാർട്ട് ഫോൺ തന്നെയാണ് പോക്കോ M2. യാതൊരു സംശയമില്ല കേട്ടോ. നല്ല ഇൻ ഹാൻഡ് ഫീലൊക്കെ നല്ല രീതിയിൽ തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ അതിൻ്റെ വീതി കുറച്ച് കൂടുതലാണെന്ന് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ചെറിയ കൈയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പം അതൊരു ഇഷ്യൂ ആവാനുള്ള സാധ്യതയുണ്ട്. അല്ലാതെ വേറെ പ്രശ്നമില്ല. നമ്മളിപ്പോൾ ഒരു 1-2 മണിക്കൂർ തുടർച്ചയായിട്ട് യൂസ് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് ഹീറ്റിംഗ് പ്രോബ്ലം കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ 2 മണിക്കൂർ ഇപ്പോൾ തുടർച്ചയായിട്ട് യൂസ് ചെയ്തു. ബാറ്ററി കൺസംപ്ഷൻ ഏകദേശം 14%. 2 മണിക്കൂർ കൊണ്ട് ഏകദേശം 14% ബാറ്ററി ട്രെയിൻ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു 1 day 2 day ഒക്കെ നമ്മൾ മിനിമം യൂസ് ചെയ്ത് നോക്കിയാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അത് കൃത്യമായിട്ട് പറയാനായിട്ട് സാധിക്കുള്ളൂ. പക്ഷേ ഓവറോൾ ഗുഡ്, നല്ലൊരു സ്മാർട്ട് ഫോൺ തന്നെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുപോലുള്ള പുതുപുത്തൻ വീഡിയോകൾക്കായിട്ട് എന്ത് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ചാനലൊന്ന് കയറി നോക്കുക. എന്നിട്ട് വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആ സബ്സ്ക്രൈബ് ചെയ്യുന്നത് എന്ത് ചെയ്യുക, ഒന്ന് കൺസിഡർ ചെയ്യുക. എന്നിട്ട് അതിനുശേഷം സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കനോട് ക്ലിക്ക് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നമ്മൾ ചെയ്യുന്ന അടുത്ത വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. കമൻറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ഈ കഷ്ടപ്പെട്ടിട്ടാണ് ഓരോ വീഡിയോസ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ വീഡിയോസിന് നമുക്കൊരു ഫലം കിട്ടുക, അല്ലെങ്കിൽ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കമൻറ്റ്സ് കാണുമ്പോഴാണ്. അപ്പോൾ അടുത്ത ദിവസം നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ നിന്നാണ്. ഇറ്റ്സ് മീ ഷിവിൻ സൈനിങ് ഓഫ്.